സ്വർണ്ണവില വീണ്ടും കുറഞ്ഞു. ബജറ്റിന് ശേഷം കുറഞ്ഞത് 2760 രൂപ. ഇന്നത്തെ സ്വർണ്ണവില അറിയാം. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കും മുമ്പായി കേരള ഡേയ്സ് മീഡിയ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക. വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക. രാജ്യത്ത് ബജറ്റ് കഴിഞ്ഞതോടെ സ്വർണ്ണവില വീണ്ടും താഴേക്കിറങ്ങി. ജൂലൈ മാസം ഒരു പവന്റെ വില 55,000 രൂപ വരെ ഉയർന്നിരുന്നു. എന്നാൽ ബജറ്റിൽ കസ്റ്റംസ് തീരുവ 6% കുറയ്ക്കുന്നു എന്ന നിർണായക പ്രഖ്യാപനം ധനമന്ത്രി നടത്തിയതോടെ പവന്റെ വിലയിൽ വലിയ ഇടിവാണ് സംഭവിച്ചത്. ബജറ്റിന് ശേഷം ഒരു പവന് 2000 രൂപയോളം കുറഞ്ഞിരുന്നു. പവന് 51,960 രൂപ എന്ന നിരക്കിലായിരുന്നു സംസ്ഥാനത്ത് ഇന്നലെ സ്വർണ്ണ വ്യാപാരം നടന്നത്. എന്നാൽ ഇന്ന് സ്വർണ്ണവില വീണ്ടും കുറഞ്ഞു. 760 രൂപയാണ് ഇന്ന് കുറഞ്ഞിരിക്കുന്നത്. ഇതോടെ പവന്റെ വില 51,200 രൂപയിലേക്ക് താഴ്ന്നു. ഒരു ഗ്രാമിന് 6,400 രൂപ. ജൂലൈ മാസം രേഖപ്പെടുത്തുന്ന ഏറ്റവും കുറഞ്ഞ സ്വർണ്ണവിലയാണ് ഇന്നത്തേത്. 23-ാം തീയതിയാണ് ധനമന്ത്രി ബജറ്റ് അവതരിപ്പിച്ചത്. എന്നാൽ അന്ന് രാവിലെ 53,960 രൂപയായിരുന്നു ഒരു പവൻ സ്വർണത്തിന്റെ വില. ബജറ്റ് അവതരണത്തിന് ശേഷം 2000 രൂപ കുറഞ്ഞ് പവന്റെ വില 51,960 രൂപയിലേക്ക് എത്തി. എന്നാൽ ഇന്നലെ സ്വർണ്ണവിലയിൽ മാറ്റം ഇല്ലായിരുന്നു. ഇന്ന് വില വീണ്ടും കുറഞ്ഞതോടെ 2 ദിവസം കൊണ്ട് 2760 രൂപയാണ് പവന് കുറഞ്ഞത്. സ്വർണ്ണവിലയിൽ വലിയ കുറവുണ്ടായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു പവൻ സ്വർണം വാങ്ങാൻ എത്ര രൂപ ചെലവാകും എന്ന് നോക്കാം. സ്വർണ്ണാഭരണം വാങ്ങുമ്പോൾ പവന്റെ വിലയോടൊപ്പം പണിക്കൂലി, നികുതി, ഹാൾമാർക്കിംഗ് നിരക്കുകൾ തുടങ്ങിയവ കൂടി നൽകണം. ശരാശരി 5% പണിക്കൂലി ഈടാക്കുക, 3% GSTയും. ഇങ്ങനെ കണക്കുകൂട്ടി നോക്കുമ്പോൾ ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ ഏകദേശം 56,000 രൂപ നൽകേണ്ടി വരും.